ഒരു സാറ് ഒരു വാർത്താ സമ്മേളനം നടത്തുന്നു. ആവേശഭരിതമായ വാർത്താ സമ്മേളനം. കുറച്ചു പേരെങ്കിലും ഞെട്ടിച്ചൊരു വാർത്താ സമ്മേളനമായിരുന്നത്. കൂടുതൽ ഡീറ്റെയിൽസ് ഓഫ് ഓപ്പറേഷൻ മുൻകൂർ, അല്ല മുൻകൂറായി പറഞ്ഞത് നുംകൂർ, ഓപ്പറേഷൻ നുംകൂർ. നമ്മൾ ഭൂട്ടാനിൽ നിന്ന് കാറുകൾ ഇൻഡോ ഭൂട്ടാൻ ബോർഡർ വഴി കള്ളക്കടത്ത് നടത്തുന്ന ഒരു സംഘത്തെ ഐഡന്റിഫൈ ചെയ്തു. എന്നിട്ട് ഒരു 150 മുതൽ 200 വണ്ടികൾ വരെ കേരളത്തിലുണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചു. ഇതിനകത്ത് പ്രധാനപ്പെട്ട 3-4 ഇഷ്യൂസ് ഉണ്ട്. പല വഴിയായി ഇന്ത്യയിലേക്ക് കടത്തിക്കൊണ്ടുവരികയായിരുന്നു. എന്റെ പൊന്നോ, ഭീകരം തന്നെ കേട്ടോ. ഇതൊക്കെ ഇനിയിപ്പോ ആരെ കൊണ്ട് അന്വേഷിപ്പിക്കും? അങ്ങനെ ആ വാർത്താ സമ്മേളനം കത്തിക്കേറുമ്പോ ദാ വേറൊരു സാർ വിളിക്കുന്നു. ഓ സാർ, അത് സാർ, ശരി സാർ, ഓക്കെ സാർ. ചാർജ് ആയങ്ങ് വരുമായിരുന്നു. പെട്ടെന്ന് അങ്ങ് റൺഔട്ട് ആവുന്നത് എന്തൊരു കഷ്ടമാണല്ലേ. വിഷയം സീനായി. വാർത്തകളിലൊക്കെ ഒരേ ഒരു മുഖം മാത്രം, ഡോക്ടർ ടിജു തോമസ്. കഴിഞ്ഞ മാസം റാമ്പിൽ തിളങ്ങി, പിന്നെ അങ്ങ് വാർത്തകളിലും. വാർത്താ സമ്മേളനത്തിനിടയിൽ കസ്റ്റംസ് ഓഫീസറെ വിളിച്ചത് ആര്? നാടകീയമായി വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചതിന് പിന്നിൽ എന്ത്? അങ്ങനെ ചോദ്യങ്ങൾ നീണ്ട തലക്കെട്ടോടെ വാർത്തകളിൽ നിറഞ്ഞു. എന്റെ തല എന്റെ ഫുൾ ഫിഗർ, എന്റെ തല എന്റെ ഫുൾ ഫിഗർ. അങ്ങനെ നിറഞ്ഞു നിൽക്കാനാണ് മൂപ്പർക്ക് ഇഷ്ടം. അതങ്ങ് ഡീലാവുകയും ചെയ്ത്. ഇത്രയൊക്കെ അങ്ങ് ഫേമസ് ആയപ്പോ ആളെ കുറിച്ചൊന്ന് അറിഞ്ഞിരിക്കണ്ടേ? മറക്കരുതാത്ത ഒരു മുതലാണേ. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS പഠിച്ച ഡോക്ടറാണ് ഡോക്ടർ ടിജു തോമസ്. പിന്നീട് IRS എടുത്തു. ചില്ലറക്കാരനല്ല, രാഷ്ട്രപതിയുടെ വിശിഷ്ട സേവാ മെഡലൊക്കെ മേടിച്ചിട്ടുണ്ട്. മിടുക്കനൊക്കെ തന്നെയാ. ഇനിയാണ് മെയിൻ പോയിന്റ്. മൂപ്പരെ രാഷ്ട്രീയം ഏതാണ്? അതല്ലേ നമുക്കറിയേണ്ടത്. ആളെ വേണ്ടത്ര പരിചയമില്ലാന്ന് തോന്നുന്നു. അങ്ങനെ പറ. ആളെ ഇപ്പൊ അല്ലേ മനസ്സിലായത്? സംഗി. ഹോ, സംഗി എന്നൊക്കെ പറഞ്ഞ കൃസംഗി, അങ്ങ് മൂത്ത സംഗി. അമ്മോ, ഈ അയ്യപ്പ ഭക്തൻ, കൃഷ്ണ ഭക്തൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഇതും അതുപോലൊരു ഭക്തിയാണ്, തികഞ്ഞ മോദി ഭക്തി. മോദിജിയുടെ തെറ്റാണ് ടിജു സാറ്. ഒരു നോർമൽ സംഖ്യകളുടെ വരെ ചങ്കൊന്നിടിച്ച നോട്ട് നിരോധനം വന്നപ്പോ ടിജു സാറ് മാത്രം ഹാപ്പി ആയിരുന്നു. വെൻ ഹാപ്പി. മാത്രമോ ദേശീയത ആഘോഷങ്ങളുടെ പോസ്റ്റാണ് മെയിൻ. ഓണം, വിഷു, ദീപാവലി, ആലുവ ശിവരാത്രി, ആശംസ, രക്ഷാബന്ധൻ, അഷ്ടമി, രോഹിണി എന്ന് വേണ്ട സംഗീതത്തിന്റെ ഉത്തരത്തിന്മേലാണ് മൂപ്പരുള്ളത്. ഇന്ത്യയിൽ വേറെ മതങ്ങളും ആഘോഷങ്ങളും ഉണ്ടെന്ന് പറയാൻ വരെ ആൾക്ക് താല്പര്യമൊന്നുമില്ല. പിന്നെ ഓർത്തഡോക്സ് സഭയുടെ കാര്യത്തിൽ കുറച്ച് എൻഗേജ്ഡാണ്. അവരുടെ എല്ലാ കാര്യത്തിലും ഇടപെടാറുണ്ട് സാറ്. സഭാ തർക്കങ്ങളിലൊക്കെ കൃത്യമായ നിലപാട് പറയും, പക്ഷം ചേർന്നെന്ന് മാത്രം. പിന്നെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ സെലിബ്രിറ്റികളെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ഇഷ്ടമല്ല. എങ്ങനെ ഇഷ്ടപ്പെടാനാണ്? റാമ്പിലും ഫോട്ടോഷൂട്ടിലും ഒക്കെ തിളങ്ങി നിൽക്കുന്ന സാറിന് കുറച്ച് സെൽഫ് ലവ് കൂടുതലാണെന്ന് കൂട്ടിക്കോ. എന്നാലും സാരമില്ല, സെലിബ്രിറ്റികളെ ഒരു 2 പടി അകലെ, അത് മതി. ലുക്കിലും പ്രൊഫഷണലും സ്റ്റൈലായി നിൽക്കുന്ന തന്നെക്കാൾ വലിയ സെലിബ്രിറ്റി വേണ്ടെന്നാണ് മൂപ്പരെ ഒരു ഇത്. അതുകൊണ്ട് തന്നെ മോഹൻലാലിനെതിരെ പോസ്റ്റൊക്കെ ഇടും, മമ്മൂക്കാടെ വീട്ടിൽ റെയ്ഡും നടത്തിക്കും. പിന്നെ മനോരമയായിട്ട് ഹൃദയംഗമമായ ഒരു ബന്ധമാണുള്ളത്. മനോരമ ഒരു റാമ്പ് വോക്ക് വാർത്തയൊക്കെ കൊടുത്ത് ആളെ കുറച്ച് സെറ്റപ്പ് ആക്കിയപ്പോൾ ആളൊരു എക്സ്ക്ലൂസീവ് വാർത്ത അങ്ങ് കൊടുത്ത്. ഭൂട്ടാനിൽ നിന്നുള്ള കള്ളക്കടത്ത് കാറുകൾ വാങ്ങിയവരിൽ ഉന്നതരും, കബളിപ്പിക്കപ്പെട്ടവരിൽ മലയാള സിനിമയിലെ 2 നടന്മാരും. അന്നത്തെ ആ കബളിപ്പിക്കപ്പെട്ടവർ ഇന്നത്തെ പ്രതികളായി. മനോരമയിൽ വാർത്ത വന്നത് ഓഗസ്റ്റ് 31-ന്. മറ്റു മാധ്യമങ്ങൾക്ക് വാർത്ത കിട്ടുന്നതും റെയ്ഡ് കോലാഹലങ്ങൾ നടക്കുന്നതും സെപ്റ്റംബർ 23-ന്. ഏത്? ഒരു പാലവിട്ട അങ്ങോട്ടും ഇങ്ങോട്ടും വേണ്ടേ? ടിജു സാർ കൂറുള്ളവനാണെന്നേ. അപ്പോ പെട്ടെന്ന് നടത്തിയ വാർത്താ സമ്മേളനവും പരിപാടിയൊന്നും ആയിരുന്നില്ല. വെൽ പ്ലാൻഡ് ആണ്. എന്തൊക്കെയോ നിഗൂഢമാണ്. പക്ഷേ ഒന്നുറപ്പാണ്, ടിജു സാറ് ആള് പുലിയ.